പുതിയതായി വരുന്ന നാലാം വർഷ ബിരുദ കോഴ്സുകൾ നമുക്കറിയാം ഡിഗ്രി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ആ നാലാം വർഷ ബിരുദ കോഴ്സുകളിൽ കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്നത് വേടൻ, മൈക്കൽ ജാക്സൺ, റീൽസ്, മാതൃഭൂമി ആഴ്ച പോലെ ജീവനാശിനി, പിന്നെ ശബ്ദരേഖകളെക്കുറിച്ചും ഡോക്യുമെൻ്ററികളെക്കുറിച്ചും, അതായത് പഠിക്കാൻ പോകുന്ന പാഠപുസ്തകങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന പുതിയ തലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പഠിച്ച പോലെ എല്ലാ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ 4ാം സെമസ്റ്ററിലാണ് റാപ്പ് ഗായകൻ വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. കലാപഠനം, സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യത്തിൻ്റെ സാധ്യതകൾ എന്ന വിഷയത്തിലാണ് വേടൻ വരുന്നത്. ആ നിലയിലാണ് വേടൻ വരുന്നത്. അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളത്തിലെ റാപ്പ് സംഗീതത്തിനുള്ള താരതമ്യം അതിലാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ 4ാം സെമസ്റ്ററിൽ വേടൻ പഠിക്കാനെത്തുന്നത്. വേടൻ്റെ പാട്ടും വരുന്നുണ്ട്. ഒപ്പം മൈക്കൽ ജാക്സൻ്റെ ദ ഡോണ്ട് കെയർ അസ് എന്ന പാട്ടും ഇതോടൊപ്പം താരതമ്യം ചെയ്യുന്നുണ്ട്. വലിയ താരതമ്യമാണ് മൈക്കൽ ജാക്സനെയും വേടനെയും തമ്മിലുള്ളത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല നടത്താൻ പോകുന്നത് ഒരു വലിയ അഭ്യാസമാണെന്ന് വേണം കരുതാൻ. അതുമാത്രമല്ല, മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് റീൽസും മാതൃഭൂമി ആഴ്ച പോലെ ജീവനാശിനി എന്ന ഫോട്ടോ ഫീച്ചറും ഒക്കെ കണ്ണൂർ സർവകലാശാലയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. റീൽസൊക്കെ വരുന്നത് ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. രാവിലെ ചെയ്യുന്ന കാര്യം വൈകിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോളേജിൽ പോയി പഠിക്കുന്നു എന്നുള്ളത് നല്ല വാർത്തയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്.